നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും വളരെ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ചെസ് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് എല്ലാവർക്കും കാണിക്കുമെന്നറിയില്ല. കാണിക്കുന്നവർ ഹൈപ്പ് കൊടുത്ത ശേഷം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ശ്രീജിത്ത് എന്നൊരു സുഹൃത്ത് മാത്രമേ ഇപ്പോൾ ആ ഹൈപ്പിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. കിട്ടുന്നവർ കമൻറ്റ് ചെയ്യുക. നമുക്കിനി ചെസ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെസ്സിലെ കരുക്കളുടെ പേരുകളോ അവയുടെ മൂവുകളോ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ചെസ് ബോർഡിനെ കുറിച്ചാണ്. ഇത് ചെസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ കുറച്ച് സ്പീഡ് കുറച്ചായിരിക്കും പറയുന്നത്. സ്പീഡ് കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കറുപ്പും എളുപ്പമായിട്ട് 64 കളങ്ങളാണ് ചെസ് ബോർഡിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൽ നെടുകയുള്ള കളങ്ങളെ ഫയലുകളെന്നും കുറുകുള്ള കളങ്ങളെ റാങ്കുകളെന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഫയലുകളെ എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് കൊണ്ടും റാങ്കുകളെ 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എയുടെ നേരെ കാണുന്നത് എ ഫയൽ, ബിയുടെ നേരെയുള്ളത് ബി ഫയൽ, സിയുടെ നേരെയുള്ളത് സി ഫയൽ, ഇത് ഡി ഫയൽ, ഇ ഫയൽ, എഫ് ഫയൽ, ജി ഫയൽ, ഇത് എച്ച് ഫയൽ. ഇങ്ങനെ 8 ഫയലുകളുണ്ട്. അതുപോലെ തന്നെയാണ് റാങ്കുകളും. ഇത് ഫസ്റ്റ് റാങ്ക്, ഇത് സെക്കൻഡ് റാങ്ക്, ഇത് തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, 6th, 7th, 8th. നമ്മളിങ്ങനെ ഫയലുകളും റാങ്കുകളും എന്ന് പറയുമെങ്കിലും ചെസ് ബോർഡിലെ ഓരോ കളങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. ഈ ഫയലും റാങ്കും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളങ്ങളുടെയും പേര് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ആ സ്ക്വയറിൻ്റെ പേര് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് ഫയലും റാങ്കും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആദ്യം ഏത് ഫയലാണെന്ന് നോക്കണം. ഈ എഫ് ഫയലാണ് ആ പോണുള്ളത്. അതിനുശേഷം ഏത് റാങ്കാണെന്ന് കൂടെ നോക്കിയാൽ മതി. അത് 6th റാങ്കിലാണുള്ളത്. എഫ് ഫയലിലുമാണ്, 6th റാങ്കിലുമാണ്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ പേര് F6. സ്ക്വയറിൻ്റെ പേര് പറയുമ്പോൾ ആദ്യം ഫയലിൻ്റെ പേരും അതിനുശേഷം റാങ്കിൻ്റെ പേരുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം എഫും പറഞ്ഞ് പിന്നീട് 6 പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പേര് F6 ആണ്. ഇനി അതുപോലെ വേറൊരു സ്ക്വയർ സെലക്ട് ചെയ്യാം. വേറെ ഈ ഇവിടേക്ക് വയ്ക്കാം. ഇനി ഈ സ്ക്വയറിൻ്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യം ഫയലിൻ്റെ പേര് നോക്കണം. ഫയൽ സി ഫയലാണ്. ഇനി റാങ്ക് നോക്കിയാൽ മതി. റാങ്ക് 4th റാങ്കാണ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പേര് C4. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്ക്വയർ സെലക്ട് ചെയ്യാം. ഇവിടേക്ക് സെലക്ട് ചെയ്യാം. പോൺ അവിടേക്കാണ് വെച്ച് നോക്കുക. ഇപ്പോൾ പോണുള്ള ഈ സ്ക്വയറിൻ്റെ പേരെന്താണെന്ന് എല്ലാവരും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ നെടുകയും കുറുകയുമുള്ള ഫയലുകളും റാങ്കുകളും അല്ലാതെ ചെസ് ബോർഡിന് ഒരു ഭാഗം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ കോണോട് കോണ് പോകുന്ന ഡയഗണൽസ്. ഇത് ഡയഗണൽസ് എന്നാണ് അറിയപ്പെടുന്നത്. വലുതും ചെറുതുമായിട്ട് ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ തന്നെ 13 കാണും. അതുപോലെ തന്നെ തിരിച്ചും വരയ്ക്കാം. ഈ സൈഡിലേക്കും 13 കാണും. നമുക്കിപ്പോൾ സ്ക്വയറുകളുടെ പേര് കണ്ടുപിടിക്കുന്നതിന് ഈ ഡയഗണൽസ് ആവശ്യമില്ലെങ്കിലും പിന്നീട് ഗെയിം കളിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ചെസ് ബോർഡിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിക്കാണും. ഇനി നമുക്ക് ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വലതുവശത്ത് വരുന്ന കളം വെള്ളക്കളം തന്നെ ആയിരിക്കണം. ഇങ്ങനെ നമ്മുടെ വലതുവശം വെള്ളക്കളമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിരാളിയുടെ വലതുവശവും വെള്ളക്കളം തന്നെ ആയിരിക്കും. അതിനുശേഷം 1ാം നിരയിൽ വൈറ്റിൻ്റെ കരുക്കൾ വരുന്ന രീതിയിലായിരിക്കണം ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8ാം നിരയിലും 7ാം നിരയിലായിരിക്കും ബ്ലാക്കിൻ്റെ കരുക്കൾ വരുന്നത്. ഇനി നമുക്ക് ചെസ്സിലെ ഓരോ കരുക്കളെയും അവയുടെ മൂവുകളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റൂക്കിനെ നോക്കാം. ഇതാണ് റൂക്ക്. റൂക്ക് അല്ലെങ്കിൽ തേരെന്ന് പറയും. റൂക്കിൻ്റെ മൂവുകൾ വളരെ സിമ്പിളാണ്. റൂക്ക് നെടുകയും കുറുകയും മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഫയലിരിക്കുന്ന റൂക്കിന് നെടുകളുള്ള സ്ക്വയറുകളിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം. ഇത്രയും സ്ക്വയറുകളിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം. അതുപോലെ തന്നെ കുറുകയുള്ള സ്ക്വയറുകളിലും ഇത്രയും സ്ക്വയറുകളിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. അങ്ങനെ ഈ ഫയലുണ്ടാകുന്ന റൂക്ക് ഇപ്പോൾ എ ഫയലിലേക്ക് വന്നെന്ന് കരുതുക. അവിടേക്ക് വന്നു. ഇനി ഈ എ ഫയലിൽ ഏത് സ്ക്വയറിലേക്ക് വേണമെങ്കിലും ഇതിന് യാത്ര ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ 5th റാങ്ക് പൂർണ്ണമായിട്ടും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതിനിടയ്ക്ക് എതിരാളിയുടെ ഏതെങ്കിലും ഒരു പീസ് ഇരിക്കുന്നത് കരുതുക. ഉദാഹരണത്തിന് എതിരാളിയുടെ ബിഷപ്പ് ഇവിടെ ഇരിക്കുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ റൂക്കിന് നേരെ അവിടേക്ക് വന്ന് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കാം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ റൂക്ക് A5 ഇരിക്കുന്നു.
എതിരാളിയുടെ ബിഷപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ സ്വന്തം കരുക്കൾ ഏതെങ്കിലും ഇരിക്കുന്നതെന്ന് കരുതുക. ഉദാഹരണത്തിന് നമ്മൾ തന്നെ മറ്റൊരു ബിഷപ്പ് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂക്കിന് ഈ ബിഷപ്പിനെ മറികടന്ന് അപ്പുറത്തേക്ക് പോയി ആ ബിഷപ്പിനെ വിട്ടെടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് പരമാവധി വരാൻ കഴിയുന്നത് ഈ D5 വരെയാണ്. അത് കഴിഞ്ഞാൽ സ്വന്തം കരുകൾ വെച്ച് തന്നെ ബ്ലോക്കാണ്. പിന്നീട് അത് മറികടന്ന് പോകാൻ പറ്റില്ല. ഇനി ബോർഡിൽ റൂക്കിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ഗെയിം തുടങ്ങുമ്പോൾ വൈറ്റിനും ബ്ലാക്കിനും 2 റൂക്കുകൾ വീതം കാണാം. അതിൽ വൈറ്റിൻ്റെ റൂക്ക് ഒരെണ്ണം A1ലും ഒരെണ്ണം H1ലുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റൂക്കിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ R ആണ്. 5 പോയിൻ്റാണ് റൂക്കിൻ്റെ വില. ഇനി അടുത്ത കരുവിനെ നോക്കാം. അടുത്തത് നൈറ്റ് ആണ്. ഈ നൈറ്റ് മൂവ് ചെയ്യുന്നത് L ഷേപ്പിലാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ L പോലെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നൈറ്റ് D6ലാണ് ഇരിക്കുന്നത്. ആ നൈറ്റിന് നേരെ ക്യാപിറ്റൽ ലെറ്റർ L പോലെ, അതായത് 2 കോളം സ്ട്രൈറ്റ് വരണം, 1 കോളം ചരിഞ്ഞ് വരും. ഇപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ L ഷേപ്പായി. ആ D6 സ്ക്വയറിൽ നിന്ന് E4ലേക്ക് വരാൻ കഴിയും. അതുപോലെ തന്നെ ആ സ്ക്വയറിൽ നിന്ന് വേറെ സ്ക്വയറിലേക്ക് പോകാൻ പറ്റും നോക്കാം. ഇതേ D6 സ്ക്വയറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു L വരച്ച് നോക്കാം. അതായത് 2 കോളം ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ്, 1 കോളം ചരിഞ്ഞ്. ഇവിടെയും ഒരു L ഷേപ്പ് വന്നിട്ടുണ്ട്. ആ നൈറ്റിന് ഈ F7ലേക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ D6 സ്ക്വയറിൽ നിന്നും നമുക്ക് ചുറ്റിനും എത്ര L വരയ്ക്കാൻ പറ്റും നോക്കാം. വേണമെങ്കിൽ B7ലേക്ക് പോകാം, അതുപോലെ B5ലേക്ക് വരാം, അതുപോലെ C4ലേക്ക് വരാം. നമ്മൾ നേരത്തെ E4 പറഞ്ഞു. അതുപോലെ തന്നെ F5ലേക്ക് വരാം, അതുപോലെ F7ലേക്ക് പോകാം. മുകളിലോട്ടാണെങ്കിൽ E8ലേക്ക് പോകാം, അതുപോലെ C8ലേക്ക് പോകാം. ഇങ്ങനെ ബോർഡിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു നൈറ്റിന് ചുറ്റുമുള്ള 8 സ്ക്വയറുകളിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇതിൽ ഇഷ്ടമുള്ള ഏത് സ്ക്വയറിലേക്കാണെങ്കിലും മൂവ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ നൈറ്റ് എത്തിച്ചേരുന്ന സ്ക്വയറിലേക്ക് സ്വന്തം കരുക്കൾ പാടില്ല. അതായത് ഇവിടെ ഒരു പോണിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം കരുക്കളില്ലാത്ത മറ്റ് ഏത് സ്ക്വയറിലേക്കാണെങ്കിലും അതിന് മൂവ് ചെയ്യാം. നൈറ്റ് എത്തിച്ചേരുന്ന സ്ക്വയറിലേക്ക് എതിരാളുടെ കരുക്കളാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വെട്ടിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ റൂക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നൈറ്റിന് ഇങ്ങനെ വന്നിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുക്കാം. ഈ നൈറ്റിനിപ്പോൾ നേരത്തെ റൂക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഏതെങ്കിലും കരുക്കളുണ്ടെന്ന് കരുതി അത് ബ്ലോക്കായിരിക്കില്ല. ഉദാഹരണത്തിന് നൈറ്റ് ഇപ്പോൾ D6 സ്ക്വയറിലിരിക്കുന്നു. ഇതിന് ചുറ്റിനും സ്വന്തം കരുക്കളും എതിരാളുടെ കരുക്കളും എല്ലാം കൊണ്ട് ബ്ലോക്കാണെന്ന് കരുതുക. ഇങ്ങനെ നൈറ്റിന് ചുറ്റും കരുക്കൾ ബ്ലോക്കായി നിൽക്കുകയാണെങ്കിലും അത് എത്തിച്ചേരുന്ന സ്ക്വയറിൽ മാത്രം നോക്കിയാൽ മതി. അത് എത്തിച്ചേരുന്ന സ്ക്വയറിലേക്ക് വേറെ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഏതൊക്കെ കരുക്കളുണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. നൈറ്റും 2 വീതമാണുള്ളത്. ഒരെണ്ണം B1ലും ഒരെണ്ണം G1ലും ആയിരിക്കും വൈറ്റിൻ്റെ നൈറ്റുകളുള്ളത്. ബ്ലാക്കിൻ്റെ നൈറ്റ് ഒന്ന് G8ലും ഒന്ന് B8ലും ആയിരിക്കും. ഇനിയുള്ളത് ബിഷപ്പാണ്. ബിഷപ്പിൻ്റെ മൂവിന് ചെറിയ വ്യത്യാസമുണ്ട്. അതായത് അത് ഡയഗണലിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ബിഷപ്പിന് ഇപ്പോൾ ഇത്രയും സ്ക്വയറുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ റൂക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതിനും ഇപ്പോൾ വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ ആ ഡയഗണലിൽ കൂടെ പോയി എതിരാളുടെ കരുക്കളെ വെട്ടിയെടുക്കാം. എന്നാൽ ഇടയ്ക്ക് സ്വന്തം കരുക്കൾ ഏതെങ്കിലും ഉപയോഗിച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായി നിൽക്കുകയുള്ളൂ. അതിന് മറുകടന്ന് പോയി വെട്ടിയെടുക്കാൻ പറ്റില്ല. ബിഷപ്പും 2 വീതം കാണും. ഒരെണ്ണം C1ലും ഒന്ന് F1ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബിഷപ്പുകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഈ കറുത്ത സ്ക്വയറുകളിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അടുത്തത് ഈ വെളുത്ത സ്ക്വയറുകളിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ ഈ വെളുത്ത സ്ക്വയറുകളെ ലൈറ്റ് സ്ക്വയറുകളെന്നും കറുത്ത സ്ക്വയറുകളെ ഡാർക്ക് സ്ക്വയറുകളെന്നാണ് സൂചിപ്പിക്കുന്നത്. ബ്ലാക്കിനും ഇതുപോലെ 2 ബിഷപ്പുകളുണ്ടാകും. ഒന്ന് C8ലും ഒന്ന് F8ലും. ഇനിയുള്ളത് ക്വീനാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ രാജ്ഞി എന്ന് പറയും, ചില സ്ഥലത്ത് റാണി എന്ന് പറയും, ചില സ്ഥലത്ത് മന്ത്രി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ മന്ത്രി എന്നാണ് പറയുന്നത്. എന്നാലും പഠിക്കുമ്പോൾ ക്വീൻ എന്ന് പറഞ്ഞു പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ക്വീനെ വേണമെങ്കിൽ ഈ റൂക്കിൻ്റെയും ബിഷപ്പിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് റൂക്ക് പോകുന്ന പോലെ നെടുകയും കുറുകയും സഞ്ചരിക്കുകയും ചെയ്യും. അതുപോലെ ബിഷപ്പ് പോകുന്ന പോലെ ഡയഗണൽ കൂടെയും സഞ്ചരിക്കും. നൈറ്റിൻ്റെ മൂവ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബോർഡിലെ ഏറ്റവും ശക്തിയുള്ളൊരു പീസാണ് ഈ ക്വീൻ. ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ക്വീൻ്റെയും കിങ്ങിൻ്റെയും ഫയലുകൾ മാറിപ്പോകാൻ പാടില്ല. ക്വീൻ എപ്പോഴും ഈ D5ലാണ് വരാനുള്ളത്. വൈറ്റിൻ്റെ ക്വീൻ D1ലും ബ്ലാക്കിൻ്റെ ക്വീൻ D8ലും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ളത് കിങ് ആണ്. കിങ്ങിന് ഈ ക്വീനെ പോലെ തന്നെ എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള ഒരു സ്ക്വയറിലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. കിങ് മൂവ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം.
എതിരാളിയുടെ കരുക്കൾക്ക് കൺട്രോളുള്ള ഒരു സ്ക്വയറിലേക്കും കിങ്ങിനെ മൂവ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഫയൽ മുഴുവൻ ബ്ലാക്കിൻ്റെ ക്വീനിന് കൺട്രോളുണ്ട്. ഈ ഡയഗണൽ മുഴുവൻ ഈ ബിഷപ്പിന് കൺട്രോളുണ്ട്. ഈ F6 സ്കോറിലേക്ക് നൈറ്റിനും കൺട്രോളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സ്കോറിലേക്കും വൈറ്റിൻ്റെ ഈ കിങ് മൂവ് ചെയ്യാൻ പാടില്ല. നിലവിൽ ഈ കിങ്ങിനിപ്പോൾ മൂവ് ചെയ്യാൻ കഴിയുന്നത് 2 സ്കോറിലേക്കാണ്. ഒന്നുകിൽ F4ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E4ലേക്ക് മൂവ് ചെയ്യാം. രാജാവ് വെച്ച് ഏതെങ്കിലും കരുക്കളെ വെട്ടിയെടുക്കുമ്പോഴും ഇതേ നിയമങ്ങൾ പാലിക്കണം. അതായത് ഇതുപോലെ എതിരാളുടെ കൺട്രോളുള്ള സ്കോറിലേക്ക് ഇരിക്കുന്ന ഒരു കരുവിനെ വെട്ടിയെടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ F6 സ്കോറിലേക്ക് ബ്ലാക്കിന് ക്വീൻ വെച്ചും നൈറ്റ് വെച്ചും കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കിങ് വെച്ച് വെട്ടാൻ പാടില്ല. അവിടേക്ക് ക്വീനിന് കൺട്രോളുണ്ട്. എന്നാൽ ഈ നൈറ്റ് നേരെ E4ലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അവിടേക്ക് ബ്ലാക്കിൻ്റെ വേറൊരു കരുക്കൾക്കും കൺട്രോളില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കിങ് വെച്ച് ആ നൈറ്റിനെ വിട്ടെടുക്കാം. കിങ്ങുകൾ എപ്പോഴും E5ലാണ് വരാനുള്ളത്. വൈറ്റിൻ്റെ കിങ് E1ലും ബ്ലാക്കിൻ്റെ കിങ് E8ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ളത് പോണുകളാണ്. പോണുകൾ അല്ലെങ്കിൽ കാലാളുകൾ. കാലാളുകൾ ഓരോ സൈഡിലും 8 വീതം ഉണ്ടാകും. ആദ്യം ഒരു പോയിൻ്റ് മൂവ് നോക്കാം. മറ്റു പീസുകളെ പോലെ ഒരുപാട് സ്കോറിലേക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്കോർ വെച്ച് മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം, ഒരിക്കൽ മുന്നോട്ട് മൂവ് ചെയ്യുന്ന പോണുകൾക്ക് പിന്നീട് പുറകോട്ടേക്ക് വരാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, എതിരാളിയുടെ ഏതെങ്കിലും കരുക്കൾ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ ആ പോൺ അങ്ങോട്ടേക്ക് ബ്ലോക്കായി നിൽക്കുകയുള്ളൂ. അതിനെ വെട്ടിയെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പോണുകൾക്ക് ഒരു കോളം ചരിഞ്ഞാണ് വെട്ടിയെടുക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് എതിരാളിയുടെ ഏതെങ്കിലും പീസുകൾ തൊട്ടടുത്ത സ്കോറിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോൺ വെച്ച് വെട്ടിയെടുക്കാം. അല്ലാതെ ഇങ്ങനെ നേരെയാണ് കിട്ടുന്നതെങ്കിൽ വെട്ടിയെടുക്കാൻ പറ്റില്ല, ബ്ലോക്കായി നിൽക്കുകയുള്ളൂ. പിന്നെ പോണുകൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് ഓരോ സൈഡിലും 8 പോണുകൾ വെച്ചുണ്ടാകും. ഈ 8 പോണുകൾക്കും ആദ്യത്തെ മൂവ് വേണമെങ്കിൽ 2 കോളം മൂവ് ചെയ്യാം. അതായത് ആദ്യം വൈറ്റിൻ്റെ മൂവാണ്. വൈറ്റിന് വേണമെങ്കിൽ ഇതിൽ ഏത് പോൺ വേണമെങ്കിലും ആദ്യം 2 കോളം മൂവ് ചെയ്യാം. അടുത്ത് ബ്ലാക്കിൻ്റെ മൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത പോൺ വേണമെങ്കിലും 2 കോളം മൂവ് ചെയ്യാം. അതിനുശേഷം അടുത്തും ബ്ലാക്ക് മൂവ് ചെയ്ത ശേഷം അടുത്ത പോൺ വേണമെങ്കിലും 2 കോളം മൂവ് ചെയ്യാം. അങ്ങനെ ഈ 8 പോണുകൾ വേണമെങ്കിലും ആദ്യത്തെ മൂവ് 2 കോളം മൂവ് ചെയ്യാം. അതിനുശേഷം 1 കോളം വെച്ച് പോണുകൾ മുന്നോട്ട് പോകുള്ളൂ. മുന്നോട്ട് പോകുന്ന പോണ് പിന്നീട് പുറകോട്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു സംശയം തോന്നാം. അതായത് നമ്മൾ ആദ്യത്തെ മൂവ് 2 കോളം മൂവ് ചെയ്തില്ല, ആദ്യം 1 കോളമാണ് മൂവ് ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് എന്തെങ്കിലും മൂവ് ചെയ്തു, ബ്ലാക്ക് ഇപ്പോൾ നൈറ്റും ഡെവലപ്പ് ചെയ്യുന്ന കരുതുക. ആ സമയത്ത് നമ്മളിപ്പോൾ ആദ്യം 1 കോളല്ലേ മൂവ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇനി 2 കോളം മൂവ് ചെയ്യുമെന്ന് കരുതിയാൽ അത് പറ്റില്ല. ഒരിക്കൽ മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ 1 കോളം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് എല്ലാ പോണുകൾക്കും ഇത് ബാധകമാണ്. ഇത്രയുമാണ് ചെസ്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാകാത്ത കാര്യങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക.